നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റെയിൽവേയുടെ മുഖം മാറ്റിക്കൊണ്ടായിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യൻ റെയിൽ പാളങ്ങളിൽ ചൂളം വിളിച്ചു പാഞ്ഞത്. രണ്ടു കൈയും നീട്ടിയാണ് രാജ്യം വന്ദേ ഭാരത് എക്സ്പ്രസിനെ സ്വീകരിച്ചത്. ആദ്യഘട്ടത്തിൽ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള ട്രെയിനുകളാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പേരിൽ എത്തിയത്. പക്ഷേ ഇനി വലിയ മാറ്റങ്ങളോടുകൂടി വന്ദേ ഭാരത് രാജ്യത്ത് ഓട്ടം തുടങ്ങാനായിട്ടുള്ള ആരംഭത്തിലാണ്. പക്ഷെ ഇപ്പോഴും ഏറ്റവും മോശമായ കാര്യങ്ങൾ വന്ദേ ഭാരതിന് നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വന്ദേ ഭാരതിന് നേരെയുള്ള കല്ലേറുകളാണ്. എന്തിനാണ് ഈ ബുദ്ധിയും ബോധമില്ലാത്ത ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായി പുറപ്പെട്ടു പോകുന്നത് എന്നാണ് അറിയാത്തത്. ഇപ്പോഴിതാ തിരുനെൽവേലിയിൽ വെച്ച് വന്ദേ ഭാരത് ട്രെയിനിന് കല്ലെറിഞ്ഞ സംഭവത്തിൽ 6 ആൺകുട്ടികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മണിയാച്ചി സ്റ്റേഷൻ പിന്നിട്ട ശേഷമുണ്ടായ കല്ലേറിൽ 6 കോച്ചുകളുടെ ചില്ലുകളാണ് തകർന്ന അവസ്ഥയിലായിരിക്കുന്നത്. നരൈക്കിണറിനും ഗംഗൈക്കൊണ്ടനും ഇടയിലുള്ള കാട് പിടിച്ച പ്രദേശത്ത് നിന്നാണ് കല്ലേറുണ്ടായതെന്ന് കണ്ടെത്തിയ പോലീസ് സമീപ പ്രദേശങ്ങളിലെ CCTV ക്യാമറകളും ട്രെയിനിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചാണ് കല്ലെറിഞ്ഞവരെന്ന് സംശയിക്കുന്ന കുട്ടികളെ തിരിച്ചറിഞ്ഞത്. ചെന്നൈ തിരുനെൽവേലി വന്ദേ ഭാരതിന് നേരെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ കല്ലേറുണ്ടായത്. തുടർന്ന് റെയിൽവേ പോലീസ് ഇവരെ പിടികൂടുകയും റെയിൽവേ സുരക്ഷാ സേനയ്ക്ക് കൈമാറുകയുമായിരുന്നു. പിടിയിലായവരെ ചോദ്യം ചെയ്യുകയാണെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. കൊച്ചുകുട്ടികളാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഏറെ ഞെട്ടിക്കുകയാണ്. ഇവരെല്ലാം ഭാവിയുടെ വാഗ്ദാനങ്ങളെന്ന് നമ്മൾ വിളിക്കുന്നവരാണ്. നാളെ വലുതാകുമ്പോൾ ഇതിനും വലിയ ആക്രമണം ചെയ്യില്ല എന്നുള്ളത് ആര് കണ്ടു? ഇത്ര ചെറുപ്പത്തിലെ കുറ്റകൃത്യ വാസനകൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നത് ഏറ്റവും അപകടമാണ്. പൊതുമുതൽ നശിപ്പിക്കുന്നത് ഒരു ഹരമായി കണ്ട് നാളെ ഇത് വീണ്ടും ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി കുട്ടികളെ കാര്യം പറഞ്ഞ് ബോധിപ്പിക്കേണ്ടതാണ്. ഉത്തരവാദിത്തപ്പെട്ടവരുടെയും മാതാപിതാക്കളുടെയും കടമയാണത്. ഇതിപ്പോൾ കുട്ടികൾ മാത്രമൊന്നുമല്ല, മുതിർന്ന ചില ബോധമില്ലാത്ത ആളുകളും ഇത്തരം അക്രമം നടത്തുന്നുണ്ട്. വന്ദേ ഭാരത് കേരളത്തിൽ ഓട്ടം ആരംഭിച്ച ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേ കല്ലേറ് സംഭവം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. കേരളത്തിൽ ഇത്തരത്തിൽ ട്രെയിനുകൾക്ക് നേരെയുള്ള കല്ലേറുകൾ വളരെ ഒറ്റപ്പെട്ട സംഭവമായിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിനു പിന്നിലും ചിലർക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട്. എന്നാൽ ചിലർ വെറും സാമൂഹ്യ വിരുദ്ധർ മാത്രമാണ്. 2 ദിവസം മുൻപും ഇത്തരത്തിൽപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അത് വടകര കണ്ണൂക്കരയിൽ വന്ദേ ഭാരത് ട്രെയിനിന് കല്ലെറിഞ്ഞ പ്രതിയായിരുന്നു പോലീസിന്റെ പിടിയിലായത്. കണ്ണൂക്കര സ്വദേശി രവീന്ദ്രനാണ് പിടിയിലായത്. 53 വയസ്സാണ് ഇയാൾക്ക് പ്രായം. ജനുവരി 25-നായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. പ്രതിയെ കോഴിക്കോട് CJM കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരുന്നത്. കല്ലേറ് കേസുമായി ബന്ധപ്പെട്ട് RPF പാലക്കാട് ഡിവിഷൻ സെക്യൂരിറ്റി കമ്മീഷണർ നവീൻ പ്രസാദിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ ഒരു പ്രതിയെ പിടികൂടിയത്. ഈ പ്രായത്തിലും ഇയാളെ പോലെയുള്ളവർക്ക് എന്തിന്റെ കുഴപ്പമാണെന്നാണ് മനസ്സിലാകാത്തത്. ഇവരോ യാത്ര ചെയ്യുന്നില്ല, പക്ഷെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എന്തിനാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുന്നത്? അതുമൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എത്രയാണ്? ഇത്തരം ആക്രമം മൂലം ആർക്കെങ്കിലും പരിക്ക് പറ്റിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഏതായാലും ഇതുപോലെയുള്ളവർക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണം. എങ്കിലേ ഇനിയും ഇത്തരം ആക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തടയാനായിട്ട് സാധിക്കുകയുള്ളൂ.